ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വമെടുക്കട്ടെ. തിരുവചനവുമായിട്ട് ഇന്നും അവൻ്റെ സന്നദ്ധിയിലെത്താൻ അവൻ നമ്മെ വിളിച്ചു. സ്തോത്രം. ധ്യാനത്തിനായിട്ട് എടുക്കുന്ന ചിന്ത ഇതാണ്: ആകാത്ത ഫലം അരുത്. ആകാത്ത ഫലം കായ്ക്കരുത്. ആകാത്ത ഫലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചീത്ത ഫലം, ഉപയോഗശൂന്യമായത്, അത് കായ്ക്കരുത്. ഈ ചിന്ത ഞാൻ ആരംഭിക്കുമ്പോൾ ഏശയ്യാ പ്രവചനം അതിൻ്റെ 5-ാം അധ്യായത്തിലെ ഒരു സംഭവ കഥ വിവരിച്ചും കൊണ്ട് തുടങ്ങുന്നു. ആ രംഗം ഇതാണ്: ഒരു മനുഷ്യന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ആ മുന്തിരിത്തോട്ടം ഒരു കുന്നിന്റെ മുകളിലാണ്. കുന്നിന്റെ മുകൾ പരപ്പിൽ വളരെ ബലഭൂഷ്ടമായ ഒരു കുന്ന്, വളരെ ബലഭൂഷ്ടമായ ഒരു കുന്നിൻ പുറമാണ് ആ തോട്ടത്തിനായി തിരഞ്ഞെടുത്തത്. ആ തോട്ടം ഒരുക്കാൻ വേണ്ടി അതിന്റെ ഉടമ തന്നെ ഏറെ അധ്വാനിക്കുക. മണ്ണ് കിളച്ചു മറിച്ചു. അദ്ദേഹം തന്നെ ആ മണ്ണ് കിളച്ചു മറിച്ചു. അത് കഴിഞ്ഞിട്ട് ആ മണ്ണിലുള്ള കല്ലുകളൊക്കെ പെറുക്കി കളഞ്ഞു. കിളയ്ക്കുമ്പോൾ സ്വാഭാവികമായി അടിത്തട്ടിലുള്ള കല്ലുകളൊക്കെ മുകളിലേക്ക് തെളിഞ്ഞു വരും. കിളച്ചു കഴിഞ്ഞാലാണ് വലിയ കല്ലുകൾ കാണുക. ആ കല്ലുകൾ അദ്ദേഹം പെറുക്കി കളഞ്ഞു. മേത്തരമായ മുന്തിരിത്തല കൊണ്ടുവന്ന് തോട്ടം നിറയെ മുന്തിരി നട്ടു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. നല്ല ഫലഭൂഷ്ടമായ മണ്ണ്, നല്ല അനുഗ്രഹീതമായ പ്രദേശം, അനുകൂലമായ കാലാവസ്ഥ, എല്ലാം അനുകൂലം. ഏറ്റവും മേത്തരമായ മുന്തിരിത്തലയും കൃഷി ചെയ്തു. ഓരോ ദിവസവും തോട്ടത്തിൽ വരും. തൻ്റെ കൃഷിയെ വളരെ താല്പര്യത്തോടെ നോക്കും. ഞാൻ പറയട്ടെ, നമ്മൾ ആരും വലിയ കർഷകരൊന്നും അല്ലെങ്കിലും നമുക്ക് ഒന്ന് പറയാനുണ്ട്: ചില്ലറ ചില ചെടികളെങ്കിലും നട്ട ചരിത്രം. നമ്മൾ കാത്തിരിക്കും അതിലെ പച്ചയില വിരിയാൻ. അതിലെ ഓരോ ഇംപ്രൂവ്മെന്റും നമ്മൾ നോക്കിയിരിക്കും. അതിൻ്റെ ഓരോ ചലനങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. വളമിടുമ്പോഴും വെള്ളം ഇടുമ്പോഴും ഒക്കെ നമ്മൾ വളരെ ആർത്തിയോടെ നോക്കും. കായ്ക്കാറായോ? അടുത്ത നാൾ കായ്ക്കും. എത്ര നാളെടുക്കും ഫലം വരാൻ? കാണുന്നവരോടൊക്കെ ചർച്ച ചെയ്യും. വളരെ വളരെ കേമത്വത്തോടെ തൻ്റെ തോട്ടത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും. ഇതൊക്കെ സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ പ്രകൃതം. ഇദ്ദേഹവും അങ്ങനൊക്കെ തന്നെ ചെയ്തു. മുന്തിരി വിളവാകുന്നതിനേക്കാൾ മുൻപ് ആ മുന്തിരിത്തോട്ടത്തിൽ ഒരു കാവൽമാടം ഉണ്ടാക്കി. മുന്തിരിത്തോട്ടത്തിന്റെ മധ്യേ ഒരു കാവൽമാടം. ഇന്നല്ലെങ്കിൽ നാളെ മുന്തിരി വിളയുമല്ലോ. മുന്തിരി വിളയുമ്പോൾ മേത്തരം മുന്തിരി ആയതുകൊണ്ട് നല്ലവണ്ണം വിളയും. ഈ നല്ലവണ്ണം വിളയുമ്പോൾ തീർച്ചയായും മോഷ്ടാക്കൾ ഉണ്ടാകാം, കവർച്ച ചെയ്യപ്പെടാം. അത് സ്വാഭാവികം. ആയതിനാൽ കവർച്ച ചെയ്യപ്പെടാതിരിക്കാൻ കാവൽ വേണം, ഒരു കാവൽപ്പുര വേണം. നമ്മുടെ നാട്ടിൽ കാവൽ മാടം എന്ന് പറയും. ഒരു കാവൽ മാടം വേണം. നേരത്തെ തന്നെ തോട്ടത്തിന്റെ മധ്യേ ഒരു കാവൽമാടം ഒരുക്കി. മുന്തിരി വിളഞ്ഞു തുടങ്ങിയാൽ ആ മുന്തിരി പ്രോസസ് ചെയ്യാൻ ചക്ക് വേണം. ചക്കെന്ന് പറയുന്നത്. നേരത്തെ തന്നെ ഒരു ചക്കും ഒരുക്കി. ചക്കും മണ്ണിൽ കുഴിച്ചിട്ട് സെറ്റ് ചെയ്തു. കാത്തിരുന്നു. നോക്കണം, എത്ര ആശയോടെ എല്ലാ ദിവസവും കാത്തിരിക്കുന്ന ഒരു കർഷകൻ. നമുക്കിത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. മുന്തിരി കായ്ച്ചു. അദ്ദേഹം ഏറെ സന്തോഷവാനായി. മുന്തിരി കായ്ച്ചു. കാണുന്നവരോട് മുഴുവൻ പറഞ്ഞു, എൻ്റെ മുന്തിരി കായ്ച്ചു. കായ്ച്ചത്
ഇത്തിരി മുതിർന്നപ്പോൾ മനസ്സിലായി അത് കാട്ടുമുന്തിരിങ്ങയാണ്. കാട്ടുമുന്തിരിങ്ങ നാടൻ മുന്തിരിങ്ങ പോലെയല്ല, നമ്മൾ വാങ്ങുന്ന മുന്തിരി പോലെയല്ല. അത് ഉപയോഗശൂന്യമാണ്. ആകാത്ത ഫലം. അദ്ദേഹം തകർന്നുപോയി. ഇത്രമാത്രം കാത്തിരിപ്പിന്റെ അവസാനം എന്തെല്ലാം ചെയ്ത് താൻ കാത്തിരുന്നതിന്റെ അവസാനം വലിയ ഒരു ഭാരം. അദ്ദേഹം പറയുക, ജെറൂസലേം നിവാസികളെ, നിങ്ങൾ വന്നു ഈ സീനൊന്ന് കാണൂ. ഇതിലപ്പുറം എൻ്റെ തോട്ടത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു വിലാപമാണ്. ജെറൂസലേം വാസികളെ ആണ് അദ്ദേഹം വിളിക്കുന്നത്. ആ പശ്ചാത്തലം യഹൂദ്യ നാട്. നിങ്ങൾ വന്ന് നോക്കൂ, ഇതിനപ്പുറം ഞാൻ ചെയ്യേണ്ടതുണ്ടോ? ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിന്റെ സങ്കട നിമിത്തം അദ്ദേഹം ചെയ്യുന്നത് ശ്രദ്ധിക്കൂ. അദ്ദേഹം ആ തോട്ടത്തിന്റെ വേലി പൊളിച്ചു കളഞ്ഞു. ഏത് ജീവികൾ വേണമെങ്കിൽ, ഏത് ജന്തുക്കൾ വേണമെങ്കിൽ തിന്നുപോട്ടെ, അതിന് വേലി പൊളിച്ചു കളഞ്ഞു. അതിനൊരു ചുറ്റുമതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെല്ലാം ഒരുക്കങ്ങൾ ചെയ്തെന്നോർക്കൂ. ആ ചുറ്റുമതിൽ ഇടിച്ച് നിരപ്പാക്കി. അത് ചവിട്ടിക്കളയട്ടെ, ആരെങ്കിലും ചവിട്ടിക്കളയട്ടെ. ഇനിമേൽ ഞാൻ അതിന്റെ തടം കിളയ്ക്കുകയോ അതിന്റെ തല മുറിക്കുകയോ ചെയ്യില്ല. താഴെ മുള്ളും പറക്കാരയും വളരട്ടെ. മനസ്സിന്റെ ഭാരം. കുന്നിൻ പുറമായതുകൊണ്ട് മുകളിൽ മേഘങ്ങൾ ഉരുണ്ടുകൂടും. മേഘങ്ങൾ ഈ കുന്നിൻ തലപ്പിൽ തട്ടി നിൽക്കും. കുന്നിൽ നിൽക്കുന്ന വ്യക്തി മേഘത്തിലാകും. മേഘം ഞാനൊന്ന് പെയ്യട്ടെ എന്ന വിധം മേഘം ഇങ്ങനെ നിൽക്കുമ്പോ ആ മേഘത്തോട് ആ മനുഷ്യൻ കൽപ്പിക്കൂ അത്രേ, അരുത്, മേഘമേ പെയ്യരുത്, മാറിപ്പോകൂ. ദൈവമക്കളെ, ഒരു പക്ഷെ ഒരു കഥയായി തോന്നുന്നുണ്ടാകും, ഒരു കുട്ടിക്കഥ. വിശുദ്ധ ഗ്രന്ഥത്തിൽ കഥയില്ല, ഇത് ചരിത്രമാണ്. ചരിത്രം. ജെറൂസലേമിന്റെയും യഹൂദ ജനത്തിന്റെയും പതനത്തിന്റെ ചരിത്രം. BC 586 യഹൂദ ജനവും അവരുടെ ജെറൂസലേം നഗരവും തകർന്നു വീണതിന്റെ, പതനം സംഭവിച്ചതിന്റെ ചരിത്രകഥ. മുന്തിരിത്തോട്ടം വിശ്വാസ ജനതയാണ്, ജെറൂസലേം ജനതയാണ്, യഹൂദ ജനതയാണ്. കർഷകനായി വരുന്നത് അവന്റെ സൃഷ്ടാവാം ദൈവവും യഹോവയാം ദൈവം. കേൾക്കണം, അതാ ഞാൻ പറഞ്ഞേ, ഇത് ചരിത്രം. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, എന്തോ തകർത്തിട്ട ഒരു ചരിത്രം പറഞ്ഞു തീർക്കാനല്ല. എനിക്കും നിങ്ങൾക്കും ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ആകാത്ത ബലം കായ്ച്ചുകൂടാ. ആകാത്ത ബലം കായ്ച്ചുകൂടാ. ആകാത്ത ബലം കായ്ക്കാതിരിക്കാൻ ഞാൻ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആകാത്ത ബലം കായ്ക്കാതിരിക്കാൻ ഞാൻ എന്തോ ചെയ്യണം? ആത്മാവിൽ ഞാൻ നടക്കണം. ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അങ്ങനെയെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നിൽ നിവർത്തിക്കുകയില്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലൻ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തെന്ന് പറഞ്ഞു? അത് അരുതാത്ത ഫലങ്ങളാണ്. അശുദ്ധി, ആഭിചാരം, ദുർനടപ്പ്, ക്രോധം, ജാരശങ്ക, അങ്ങനെ തുടങ്ങി 15ഓളം കാര്യങ്ങൾ. പിണക്കം, മദ്യപാനം. അരുതാത്ത ഫലങ്ങൾ കായ്ക്കരുത്. അരുതാത്ത ഫലങ്ങൾ ഉടയവൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഇതേ പൗലോസ് അപ്പോസ്തലൻ തന്നെ നല്ല ഫലങ്ങൾ എന്തെന്ന് 5-ാം അധ്യായത്തിന്റെ 22-ാം തിരുവചനത്തിൽ പറഞ്ഞു. വിശ്വസ്തത,
സൗമ്യത, പരോപകാരം, സമാധാനം. നീ കായ്ക്കേണ്ടത് അവയാണ്. അത് കർത്താവ് ഇഷ്ടപ്പെടുന്നു. അത് ആത്മാവിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇത് ആത്മാവ് വ്യാപരിക്കുന്ന കാലം. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഒരു കർഷകന്റെ നുറുക്കം ഞാൻ കാണിച്ചത് എൻ്റെ കർത്താവിൻ്റെ വേദന കാണിക്കാനാണ്. ഞാനും നിങ്ങളും അവൻ്റെ ആത്മാവിൽ ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൽ ജീവിക്കുന്നവനിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് സ്ഥാനമില്ല. അവൻ്റെ പേരായിരിക്കണം, അവൻ്റെ പേരായിരിക്കും ദൈവ പൈതൽ. ഞാനും നീയും അങ്ങനെയായിത്തീരട്ടെ. കേട്ട തിരുവചനം